നീ പൊരുത്തപ്പെട്ട മദീസാക്കണയല്ല. ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിന്റെ പശ്ചാത്തലം നിനക്കറിയാമല്ല. ഞങ്ങളെ പ്രിയപ്പെട്ട ജമാഅത്തുകളെ ആടിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളന ഒരു യോഗമാണ് ജമാഅത്തുകളുടെ കബർ വിശാലമാക്കണയല്ല. ആ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കൃത്യങ്ങളും കുറവുകളും മാപ്പ് നൽകണയല്ല. അവിടെ കബർ വിശാലമാക്കണയല്ല. ഈ ഇഷ്ടപ്പെട്ട വിജയികളായ മുത്തഖീകളായ മുഖ്ലിസീകളായ ആളുകൾക്ക് നൽകുന്ന എല്ലാ റഹ്മത്തും ആ ജമാഅത്തുകളുടെ കബറിലേക്ക് ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ കബറിലും നീ നൽകണയല്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം, ഒരുപക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഏറ്റവും ബഹുമാനിക്കുന്ന, ഏറ്റവും ആദരിക്കുന്ന, അതിന് 100% അർഹത നേടിക്കൊണ്ട് ജീവിച്ചു പോയ ഒരു മഹാവ്യക്തിത്വമാണ് ജമാൽ സാഹിബ്. വയനാട് മുസ്ലിം യതീംഖാനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിടവ് ഒരുപക്ഷെ നമുക്ക് ആർക്കെങ്കിലും അത് നികത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിന് മാത്രം ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും നെഞ്ചിലേറ്റുകയും സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ 1967 ഈ മഹത്തായ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിന്റെ കമ്മിറ്റി അംഗമായിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഓരോ നാടിനെടുപ്പുകളും കൃത്യമായി ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ജില്ലയിൽ, ഈ സമൂഹത്തിന് വിശിഷ്യ ചരിത്രപരമായ കാരണങ്ങൾ പിന്നോക്കം നിന്ന് പോയ നമ്മുടെ സമുദായത്തിന് ദിശാബോധം നൽകുന്നതിൽ ഒരുപക്ഷെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ത്യാഗബുദ്ധിയ പ്രവർത്തിച്ച ജമാൽ സാഹിബ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമ്മൾ ഇന്ന് വയനാട് മുസ്ലിം യതീംഖാനയിൽ വെച്ച് അനുസ്മരിക്കുമ്പോൾ ജമാൽ സാഹിബിനെ നമ്മൾ അനുസ്മരിക്കേണ്ടത് യതീംഖാനയുടെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത സേവനം മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഈ സമൂഹത്തിന്, ജില്ലയിൽ ഏതെല്ലാം സൗകര്യങ്ങൾ, ഏതെല്ലാം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ആ അവസരങ്ങളിലൊക്കെ ഈ സമുദായത്തിന്റെ ദയനീയ സാഹചര്യങ്ങൾ വെച്ച് ഓർക്കുകയും ചിന്തിക്കുകയും ഭാവനയിൽ കൊണ്ടുവരികയും അതിനൊക്കെ എങ്ങനെ പരിഹാരമുണ്ടാക്കണമെന്ന് നിത്യേന ആലോചിച്ചുകൊണ്ട് ജീവിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ജമാൽ സാഹിബ്. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ ഏറ്റവും മഹത്തായ, ഈ സമുദായത്തിന്റെ ഏറ്റവും വിദ്യാഭ്യാസ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഈ പ്രിയപ്പെട്ട സ്ഥാപനത്തിന്റെ സാരഥ്യം വഹിച്ചപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജീവിത സംതൃപ്തി അടയാൻ കഴിഞ്ഞത് അതിലൂടെ ആയിരിക്കുമെന്ന് നാം മനസ്സിലാക്കുകയാണ്. കാരണം ഇങ്ങനെയൊരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും നിസ്വാർത്ഥതയും ഈ സമുദായത്തിന് എത്രമാത്രം അനുഗ്രഹീതമായിരുന്നു എന്ന് പിൽക്കാലത്ത് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മാത്രമല്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തെ ഓർക്കുന്നതിന് മാത്രം ഈ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വയനാട് മുസ്ലിം യതീംഖാനയുടെ വളർച്ച എന്ന് പറയുന്നത് 1967 ഈ സ്ഥാപനം തുടങ്ങി എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ 35-36 വർഷക്കാലത്ത് ദൈനംദിന ഇടപെടലിലൂടെ നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഈ സ്ഥാപനത്തിന് ഇത്രയേറെ വളർച്ച ഉണ്ടാവുകയും ഈ സ്ഥാപനത്തെ ജില്ലയിൽ മാത്രമല്ല ജില്ലക്ക് പുറത്തും വിദേശങ്ങളിലുമൊക്കെ ഇത്രയേറെ പ്രചാരമുണ്ടാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയും ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചത്. കൂടുതൽ ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല. ജമാൽ സാഹിബിന്
കൂടുതൽ പറഞ്ഞറിയിക്കേണ്ട ഒരു വ്യക്തിത്വമല്ല. വയനാട് മുസ്ലിം യതീംഖാനയെ കൂടുതൽ പറഞ്ഞറിയിക്കേണ്ട ഒരു സ്ഥാപനവുമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ഈ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ആ ദിവസത്തിൽ തന്നെ അദ്ദേഹത്തെ സ്മരിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദിവസമായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു നിഷ്ഠ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗദർശനം നടത്തിയ ഒരു മഹാവ്യക്തിത്വം എന്ന നിലക്ക് ഈ 21-ന് തന്നെ അദ്ദേഹത്തിന്റെ നമ്മോട് വിട പറഞ്ഞ, യതീംഖാനയോട് വിട പറഞ്ഞ, ഈ ജില്ലയോട് വിട പറഞ്ഞ, നമ്മോടൊക്കെ വിട പറഞ്ഞ ദിവസം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനെ ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ സ്ഥാപനത്തിന്റെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ ഇന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാന്യനും നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ചെറുമോത്ത് ഉസ്താദ് ബഷീർ ബാക്കവി എന്ന ഈ സംസ്ഥാനത്തെ പണ്ഡിതനും സൂഫി പണ്ഡിതനുമായ അദ്ദേഹം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ജമാൽ സാഹിബിന്റെ സഹചാരിയായിക്കൊണ്ട് ഏറെക്കാലം പല പരിപാടിയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാന്യനായ റഫീഖ് സക്കരിയ ഫൈസി വേദിയിലുണ്ട്. അദ്ദേഹമാണ് അനുസ്മര പ്രഭാഷണം നടത്തുന്നത്. അതുപോലെ ഇന്നത്തെ യോഗത്തിൽ ഒരുപാട് ആളുകൾ, വിദേശത്തൊക്കെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ എത്തിച്ചേരേണ്ടതുണ്ട്. പക്ഷേ അവരൊക്കെ ഞങ്ങളോട് ഈ കാര്യങ്ങളിൽ എത്തിപ്പെടാനുള്ള പ്രയാസം അറിയിച്ചിട്ടുണ്ടെങ്കിലും അഷറഫ് സാഹിബ് പാരകൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മത്തൻ ബഷീർ എന്ന് പറയും മാനന്തവാടിയിലെ സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മൊയ്തീൻകുട്ടി ഖത്തർ എത്തിയിട്ടുണ്ട്. സിറാജ്, അങ്ങനെ ഏതാനും ആളുകൾ മാത്രം ഇവിടെ വിദേശത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഈ അവസരം ഈ സ്ഥാപനത്തിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ ചടങ്ങിന് അധ്യക്ഷാനം വഹിക്കുന്നത് അതേപോലെ ജമാഅത്ത് സാഹിബിന്റെ കുടുംബാംഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ അവസരത്തിൽ ഈ സ്ഥാപനത്തിലെ കുടുംബാംഗങ്ങൾ അവരെ മാത്രമേ നമുക്കറിയാം. ജമാഅത്ത് സാഹിബിന്റെ മുഴുവൻ കുടുംബാംഗങ്ങളും ഈ സ്ഥാപനത്തിൽ ഇത് പരിപാടിയിലെത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഈ അവസരത്തിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സ്ഥാപനത്തിന്റെ അധ്യക്ഷനായി ഈ യോഗത്തിന് അധ്യക്ഷനായിരുന്നത് പ്രിയപ്പെട്ട ഇതിന്റെ പ്രസിഡന്റ് PP അബ്ദുൽ ഖാദർ സാഹിബ്, അദ്ദേഹത്തെ ആദരവുമായി ക്ഷണിക്കുന്നു. അതേപോലെ എന്റെ സഹപ്രവർത്തകരായ ഭാരവാഹികളുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്, മറ്റഭ്യകാംക്ഷികളുണ്ട്. ഒട്ടേറെ ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ പരിപാടി ധന്യമാക്കാൻ എത്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. അവരെയൊക്കെ ഈ സ്ഥാപനത്തെ ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് ഖാദർ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് അവരും അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന സക്കറിയ ഫൈസി ഉസ്താദ്, ഹനീഫ ഉസ്താദ് അടക്കമുള്ള മറ്റു ഉസ്താദുമാരെ, റാഷിദ് ഗസാലി സാഹിബ് അടക്കമുള്ള ഭാരവാഹികളെ, മറ്റു എൻ്റെ സുഹൃത്തുക്കളായ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ, നമ്മുടെ വിവിധ ജില്ലകളിൽ നിന്ന് ഇന്ന് ദുആ സദസ്സിൽ പങ്കെടുക്കാനായി ഇവിടെ വന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, അതിലൊക്കെ ഉപരിയായി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്നിവിടെ ബഹുമാന്യ KK അഹമ്മദ് ഹാജി സാഹിബ് പറഞ്ഞ പോലെ ജമാൽ ഖാന്റെ രണ്ടാമത്തെ ആണ്ടിന്റെ ചടങ്ങിലാണ് ഇവിടെ നിന്നിരിക്കുന്നത്. ഒരു കാലഘട്ടം അവസാനിച്ചത് മുതൽ ഇപ്പോൾ 2 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തു വെച്ച പ്രവർത്തികൾ, അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന പാതകളിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളൊക്കെ. ഒരു കാലഘട്ടത്തിൽ വയനാടൻ സമൂഹം വളരെ പിന്നോക്കം നിന്നിരുന്ന കാലഘട്ടത്തിൽ 1960 മുതൽ ഇങ്ങോട്ട്, ആ കാലഘട്ടം പറഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ചുള്ള വളരെ ദയനീയമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. 1988 ഇതിന് ജനറൽ സെക്രട്ടറിയായി സ്ഥാനം ഏറ്റെടുത്തു മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ദൂരവീക്ഷണം,
അതാണ് ഈ സമൂഹത്തെ ഉദ്ധരണിയിലേക്ക് എത്തിക്കാൻ കാരണമായതെന്ന് അമ്മ സേവന പറഞ്ഞു. വെറും 127 കുട്ടികളുള്ള ഒരു യത്തീംഖാന നടത്തുന്ന സമയത്താണ് അദ്ദേഹം ഇതിന് ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റത്. ആ ഒരു കാലഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് മെമ്പറായി വന്നിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യത്തീംഖാനയല്ലേ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ പ്രയാസം എന്നുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ജമാൽഖയുടെ വീക്ഷണം അതൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ വീക്ഷണങ്ങളുടെ ഫലം കൂടുതൽ സംസാരിക്കുന്നില്ല. ആ ഫലമായിട്ട് ഇന്ന് നമ്മുടെ വയനാട് ജില്ലയിൽ 26ഓളം സ്ഥാപനങ്ങൾ, അതിൽ 7 ദീനി സ്ഥാപനങ്ങളടക്കം നമ്മൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവാം. സമസ്ത മേഖലകളിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സംഘടനക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികൾ ജമാൽക്ക ഈ 38 വർഷം കൊണ്ട് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വിട്ടുവരുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ പറയുന്നില്ല. 89 മുതൽ ഗൾഫിൽ ചേക്കേറിക്കൊണ്ട് ഈ കുട്ടികളുടെ കാര്യം പറയാൻ വേണ്ടി തോളത്ത് യത്തീംഖാനയുടെ പെട്ടിയും തൂക്കി ദുബായ് നഗരത്തിലൂടെ നടക്കുന്ന കാഴ്ച കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ വലിയൊരു പണക്കാരന് എന്തിനാ യത്തീംഖാനയുടെ പെട്ടിയും തൂക്കിയിട്ട് ദുബായ് നഗരത്തിലൂടെ നടക്കണമെന്നുള്ള കാര്യം വരെ ചോദിച്ച അവസരം ഉണ്ടായി. അപ്പോ ആ കാലഘട്ടം മുതൽ ഇങ്ങനെ വന്ന് ഈ സമൂഹത്തിന്റെ മഹലുകളിലൊക്കെ ചേക്കേറി അതിനുശേഷം ഇവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിന വരുമാനം യത്തീംഖാനക്ക് എന്നുള്ളത് 1990 മുതൽ 2000 വരെയും 2000 മുതൽ ഇങ്ങോട്ട് റമദാൻ ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും ഗൾഫ് മേഖലയിലൊക്കെ കമ്മിറ്റികൾ രൂപീകരിച്ച് ഈ പ്രസ്ഥാനത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗപൂർണമായ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലൊന്നും വായിക്കാൻ പറ്റില്ല. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ, ഒരുപാട് സ്ഥലങ്ങളിൽ വിദേശത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും ചേക്കേറിക്കൊടുക്കുന്ന ഡിഗ്രി എടുത്ത കുട്ടികൾ, ഓരോ PhD എടുത്ത കുട്ടികൾ, MBBS എടുത്ത കുട്ടികൾ, ഇങ്ങനെ നിരവധി കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അനാഥകളും അഗതികളുമായ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവന്ന ജമാൽഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് മതി, അദ്ദേഹത്തിന്റെ പരലോക ജീവിതത്തിന് അത് മാത്രം മതി എന്ന് നമുക്കൊക്കെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷമുള്ള ഓരോ ആണ്ടും വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അഷ്റഫും രണ്ടാമത്തെ മകൻ ജമ്മറും ഇപ്പൊ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഇന്ന് ഹോസ്പിറ്റൽ കാര്യത്തിനായിട്ട് നാട്ടിലെ കോഴിക്കോട് പോയതാണ്, ഇവിടെ എത്തിച്ചേർന്നില്ല എന്ന് തോന്നുന്നു. കുടുംബാംഗങ്ങൾക്ക് ഏത് നേരവും ഈ യത്തീംഖാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അക്ഷീണ പരിശ്രമത്തിലാണ്. ജമാൽക്ക കാണിച്ചു തന്ന വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ അതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര കണ്ട് വിജയിക്കും എന്നുള്ളത് നിങ്ങളുടെയും കുട്ടികളുടെയൊക്കെ ദുആന്റെ അടിസ്ഥാനത്തിലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എങ്കിലും അൽഹംദുലില്ലാഹ് 2 കൊല്ലമായിട്ട് നമുക്കൊരു പരാധീനതകളും ഇല്ലാതെ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചിട്ടുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെയും പിന്നെ എനിക്ക് എത്രയും പറയാനുള്ളത്, ഇവിടെ നമ്മുടെ വലിയ ഉസ്താദും മറ്റുള്ളവരുടെയൊക്കെ ദുആ സദസ്സ് ശനിയും ഞായറും നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജമാൽഖാനെ അവർ ആദ്യം ഓർക്കുക. വലിയ ഉസ്താദിന് മുമ്പിലൊക്കെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരിക്കുമ്പോൾ മറ്റു ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് വലിയ ഉസ്താദിനോട് ചോദിക്കും, നിങ്ങൾ ജമാൽഖാനെ പറ്റി പിന്നെ ദുആ ചെയ്തോ, മറ്റുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യാറില്ല. അവരുടെയൊക്കെ മനസ്സിലതാ. അപ്പൊ ഒരു നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച് ആർക്കും സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ 3 താലൂക്ക് ആശുപത്രിക്ക് മുമ്പിലും റിലീഫ് സെന്ററുകൾ പ്രവർത്തിച്ച് ഡെയിലി 500ഉം 600ഉം രോഗികൾക്ക് ഭക്ഷണം ഓരോ സ്ഥലത്തും കൊടുക്കുകയാണ്. ഡയാലിസിസ് നടത്തുകയാണ്. പിന്നെ മയ്യത്ത് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ, ആംബുലൻസ് സൗകര്യങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുക. കോവിഡ് കാലഘട്ടത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് കാര്യങ്ങൾ യത്തീംഖാന ബേസ് ചെയ്തുകൊണ്ട് ഓരോരുത്തർ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ മുജീബ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് ഓരോരുത്തർ വിളിച്ചു വരുത്തി, യത്തീംഖാനയ്ക്ക് വിളിച്ചു വരുത്തി ഓരോ സംഗതികൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അതുപോലെ തന്നെ 1500 സമൂഹ വിവാഹങ്ങൾ 2005 മുതൽ കോവിഡ് കാലം 2018 വരെ 1500ഓളം സമൂഹ വിവാഹങ്ങൾ നടത്താൻ പറ്റിയെന്നുള്ളത് ജമാൽഖാന്റെ വലിയൊരു ക്രെഡിറ്റാണ്. ജാതി മതഭേദമന്യേ
1500 യുവജനങ്ങൾ മംഗല്യവാദം അണിയാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? കേരളത്തിൽ ഒരാൾക്കും നടത്താൻ സാധിക്കാത്ത, ഒരു സംഘടനക്കും നടത്താൻ പറ്റാത്ത സംഗതികൾ അദ്ദേഹം സമൂഹത്തിന് കാണിച്ചു കൊടുത്ത. ഇതൊക്കെ ചെയ്തു വെച്ച് നിങ്ങൾ ഇനി ഈ പാതയിലൂടെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണസമയത്ത് ഞങ്ങളെ ഭാരവാഹികളൊക്കെ കൈ പിടിച്ച് ഉമ്മ വെച്ചിട്ട് അദ്ദേഹം നമ്മളെ വിട്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് എന്നും, ഈ ഒരു ആണ്ടിൽ മാത്രമല്ല എന്നും നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. നമ്മുടെ മനസ്സിൽ ജമാൽക്ക എന്ന സ്വപ്നം അത് നമ്മൾ കൂടെ കൊണ്ട് നടക്കണം. അദ്ദേഹത്തിന് വേണ്ടി ഏത് സമയം സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ, നമ്മുടെ മക്കളും അതെ. നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ഒരു മാനുവൽ പ്രകാരം നമ്മുടെ എക്സിക്യൂട്ടീവ് നമ്മൾ റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ കൂടി ഒരു മാനുവൽ തയ്യാറാക്കി നമ്മളെ കുട്ടികളെ യഥാവഴിക്ക് അവരുടെ ജീവിത രീതി, പഠിക്കുന്ന രീതി, ഭക്ഷണ രീതി, എല്ലാ കാര്യങ്ങളും, നമസ്കരിക്കുന്ന രീതി, ആ വക കാര്യങ്ങളിലൊക്കെ കുട്ടികളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ, നമ്മളെ സംബന്ധിച്ചോളം ജമാൽക്കാണെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും ജമാൽപ്പ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനി ഒരുപാട് മാൽ വ്യക്തിത്വങ്ങൾ നിങ്ങൾ സക്രിയ പൈസകളൊക്കെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏതായാലും ഈ ഓർമ്മ നമുക്ക് എന്നും മനസ്സിൽ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തതായി നമ്മുടെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ വേണ്ടി സക്രിയ ഫൈസി ഉസ്താദിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം WMO സംബന്ധിച്ച് ചിലവരിതനല്ല, ഒരുപാട് തവണ നമ്മുടെ യതീംഖാന സന്ദർശിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്കൊക്കെ തന്ന ഒരു മാൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റതൻ ലിഉലിൽ അൽബാബ്. സദഖല്ലാഹ്. وقال أيضا إنا نقص عليك من نبأ الرسل ما نثبت به فؤادك. وقال رسول الله صلى الله عليه وسلم الدين النصيحة لله ولرسله ولكتابه ولأئمة المسلمين وعامته. പുരസ്കരിച്ച് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ വാക്കുകൾക്ക് അതീതനായ ഒരു വ്യക്തിയെ വാക്കുകൊണ്ട് വരച്ചെടുക്കുക എന്നത് അപ്രാപ്യമായ ഒന്നാണ്. പലപ്പോഴും അനുസ്മരണ പ്രഭാഷണങ്ങൾ ഒരുതരം ശബ്ദഘോഷങ്ങളായി പോകാറുണ്ട്. എന്നാൽ ജമാൽ ഖാൻ അനുസ്മരിക്കുമ്പോൾ ഉള്ളതുപോലെ പറയാൻ ശ്രമിക്കുക എന്നതു തന്നെ വലിയൊരു ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ ഈ മുറ്റത്ത് ഒരു വരിഷ്ഠ സാന്നിധ്യമായി ജമാൽക്കാക്ക് കിടക്കാമായിരുന്നു. എന്നാൽ എക്കാലത്തും ഓർമ്മിക്കുന്ന നന്നായി ഹൃദയം തൊടുന്ന ഓർമ്മയായി എല്ലാരെയും പോലെ ബത്തേരിയിലെ പള്ളിക്കാട്ടിൽ കിടക്കുകയാണ് ജമാൽക്ക. ഹൃദയങ്ങളിലേക്ക് പടരുകയും അള്ളാഹുവിൽ തവക്കലാക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തെ ഞാനിങ്ങനെ വാക്കുകൊണ്ട് നിങ്ങൾ അനുസ്മരിച്ച് വർഷാന്തം വിടുന്നതിനപ്പുറം ഈ പ്രദേശത്തെ വൈജ്ഞാനികമായ എല്ലാ വികാസത്തിനും ഒരു ജില്ലയുടെ തന്നെ ഔന്നത്യത്തിനും കാരണമായ ഒരു മഹാവ്യക്തിത്വത്തെ ഇവിടെയുള്ള വിദ്യാസമ്പന്നരായ ആളുകളെല്ലാം കൂടി ചേർന്ന് ഒരു ജമാൽ ചെയർ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്നത് പോലെ WMOയുടെ കീഴിൽ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉയർത്തിക്കൊണ്ടുവന്നു ഈ മനുഷ്യനെ എക്കാലവും സമൂഹത്തിൽ നിലനിർത്താൻ ശ്രമിക്കണമെന്ന് ആമുഖമായി അനുസ്മരണത്തിൽ ഞാനൊരു സന്ദേശം നൽകുകയാണ്. ആ ജമാൽ ചെയർ നിരന്തരമായി ചില പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി.
ഹൃദയങ്ങളിലേക്ക് പടരാൻ കഴിയുന്ന ഒരാളെ അതതു കാലങ്ങളിൽ കാലാനുസൃതമായ ഒരു അനുസ്മരണങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. 40-40 കൊല്ലം ഒരു സ്ഥാപനത്തിന്റെ സംവിധാനത്തിനായി മുഴുവൻ യത്നിക്കുകയും എന്നാൽ അടുത്തൊരു 100 കൊല്ലത്തിനായുള്ള ഐഡിയാസുകൾ, ആശയങ്ങൾ മുഴുവനും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനാവുകയും ചെയ്തു. പലർക്കും ആശയങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് പകർന്നു കൊടുക്കാൻ പോകുന്ന, ഹൃദയങ്ങളിലേക്ക് അത് സന്നിവേശിപ്പിക്കാൻ പോകുന്ന ആളുകൾ അപൂർവമാണ്. നമ്മൾ അനുസ്മരിക്കുന്നത്, ഓർക്കും തോറും കുളിരനുഭവിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴായി യാത്ര ചെയ്യുന്ന സമയത്തും തദ്ദേശീയരായ നമ്മളെപ്പോലെയുള്ള ആലിമ്യങ്ങളോട് സമൂഹത്തിന്റെ വൈജ്ഞാനികമായ വികാസത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുമ്പോഴും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ അധ്യായത്തിന്റെ പേര് ഇരുമ്പ് എന്നാണ്. പക്ഷെ സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പ്രവാചകന്മാരുടെ മൊത്തം ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നു. പലപ്പോഴും ലീഡേഴ്സ് നമുക്കുണ്ട്, പക്ഷെ ഈ ക്വാളിറ്റി നമ്മളൊന്ന് അളക്കേണ്ടതാണ്. വലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس. ലോകോത്തരായ ഈ ലീഡേഴ്സ് മുഴുവനും അവരുടെ കയ്യിൽ വ്യക്തമായൊരു പ്രമാണമുണ്ടായിരുന്നു. വഅൻസൽനാ മഅഹുൽ കിതാബ്, അവരോടൊപ്പം പുസ്തകമുണ്ടായിരുന്നു. വൽ മീസാൻ, അവരോടൊപ്പം തുലാസ് ഉണ്ടായിരുന്നു. വൽ ഹദീദ്, അവരോടൊപ്പം ഇരുമ്പും ഉണ്ടായിരുന്നു. ഞാൻ ആ ആയത്ത് ചുരുക്കി പറയുകയാണ്. ഒരു ലീഡറുടെ കയ്യിൽ പുസ്തകം വേണം, തുലാസ് വേണം, ഇരുമ്പും വേണം. എല്ലാ നബിമാർക്കും ഇതുണ്ടായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 4 നബിമാർക്കാണ് കിതാബുള്ളത്. ഒരൊറ്റ നബിയുടെ മാത്രം കയ്യിലാണ്, നമ്മൾ ദാവൂദ് അലൈഹി സ്വലാമിന്റെ കയ്യിൽ മാത്രമാണ് ഇരുമ്പ് കണ്ടത്. എന്നാൽ ഒരു നബിയുടെ കയ്യിലും തുലാസ് അടയാളമായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഖുർആൻ ഈ പ്രതീകാത്മകമായ വിവരണം നൽകുന്നത് എല്ലാവരും വിജ്ഞാനത്തിന്റെ ആളുകളായിരുന്നു, എല്ലാവരും തുലാസിന്റെ നീതിയുടെ ആളുകളായിരുന്നു, എല്ലാവരും ഇരുമ്പിന്റെ അഥവാ ശക്തിയുടെ സംഘബോധത്തിന്റെ ആളുകളായിരുന്നു. ഇരുമ്പ് സംഘബോധത്തെയും തുലാസ് നീതിയെയും കിതാബ് അഥവാ പുസ്തകം വിജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു. ലീഡേഴ്സിന്റെ കയ്യിൽ വൈജ്ഞാനികമായ വികാസത്തിന് ഉതകുന്നതെല്ലാം ഉണ്ടാകണം. ലീഡേഴ്സിന്റെ കയ്യിൽ നീതിബോധം ഉണ്ടാകണം. ലീഡേഴ്സിന്റെ കയ്യിൽ സമൂഹത്തെ ചേർത്ത് പിടിച്ച് സംഘബോധത്തിൽ നിർത്താനുള്ള ശക്തമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാനുള്ള ശേഷിയും ഉണ്ടാകണം. അപ്പൊ സംഘബോധം ശക്തിയാണ്, തുലാസ് നീതിയാണ്, പുസ്തകം വിജ്ഞാനവുമാണ്. ഈ ആയത്തിന് നേരെ ഒരു ആൾരൂപത്തെ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ആ ആൾരൂപത്തിന്റെ പേരാണ് ജമാൽ സാഹിബ് എന്ന് ഞാൻ ചുരുക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് നീതിബോധത്തെ കാണാം, അവിടെ നിങ്ങൾക്ക് വൈജ്ഞാനികമായ വികാസത്തിനുതകുന്ന സബരിയെ കാണാം. അതോടൊപ്പം തന്നെ ജമാൽ സാഹിബിൽ സമൂഹത്തെ വ്യത്യസ്ത കഴിവഴികളായും രാഷ്ട്രീയ നിറങ്ങളായും ഒഴുകിപ്പോകുമ്പോഴും ചേർത്തു പിടിക്കുന്ന ഹരിതശോഭയോടെ നിലനിന്ന ജമാൽ സാഹിബിനെ നിങ്ങൾക്ക് കാണാം. അടുത്ത ഊഴത്തിൽ എനിക്ക് വരാനുള്ളത് ജമാൽ സാഹിബിന്റെ സച്ചരിതന്റെ ഉദ്യാനം. ജമാൽ സാഹിബിനെ കുറിച്ചുള്ള ജമാൽ സാഹിബിന്റെ ആദരവും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ പുസ്തകത്തിന്റെ പ്രകാശനവും വയനാട് ജില്ല മൊത്തം ഒന്നാലോചിച്ച് ചെയ്യുന്ന ഒരു വലിയ സംരംഭം ആലോചിക്കുമ്പോൾ ഈ ആലോചനയുടെ നേരിയ ഒരു തലം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആലോചനയുണ്ട് എന്ന ചർച്ച വരുമ്പോൾ ജമാൽ സാഹിബ് ഇവിടെയുള്ള വല്യുസ്താദിന് വേണ്ടി ഒരു ഡോക്യുമെന്ററി ഇറക്കിയിട്ട് വല്യുസ്താദിനെ അനുസ്മരിച്ചത് നിങ്ങൾ ആരുടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക. ആ ഡോക്യുമെന്ററിയിൽ ഉസ്താദ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചില കുന്നുകളും കല്ലുകളും മലകളും ഒക്കെ ഉള്ള ചെറിയൊരു ചിത്രം ഉസ്താദ് സ്റ്റെപ്പ് വെച്ച് പോകുന്ന ഡോക്യുമെന്റ് പ്രദർശിപ്പിച്ചിരുന്നു. ഞാനും ജമാൽ സാഹിബ് ഈ മൂലയിലിരിക്കുന്നു, ഇതേ വേദിയിലാണ് അത് പ്രദർശിപ്പിച്ചത്. താഴെ ആ മൂലയിലിരിക്കുമ്പോൾ ജമാൽ സാഹിബിന്റെ കണ്ണ് രണ്ടും നിറഞ്ഞു, ഇരുനേത്രവും നിറഞ്ഞിട്ട് ആർക്കും വേണമല്ലോ ഒരാത്മീയമായ കരുത്ത്.
ഞങ്ങളുടെ ആത്മീയ കരുത്താണ് അവർ എന്ന് പറഞ്ഞ് അപ്പുറത്തിരിക്കുന്ന വല്യുസ്താദിനെ ചൂണ്ടി കണ്ണു നിറയുന്നുണ്ടായിരുന്നു ജമാൽ സാഹിബ്. ആത്മീയതയോടുള്ള അല്ലെങ്കിൽ ഉസ്താദന്മാരോടുള്ള അവിടുത്തെ വലിയ ഇഷ്ടവും സ്നേഹവും ആ ഒറ്റ വരിയിൽ ഞാൻ ഒതുക്കി തീർക്കുകയാണ്. പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ പല കോലത്തിലും വിമർശനമുണ്ടാകാം. ജീവിച്ചിരിക്കുന്ന തന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഇവിടത്തെ ഉസ്താദിന്, സാധാരണക്കാരനായ അദ്ദേഹം അത്ര വലിയ ആലിമൊന്നുമല്ല, പക്ഷേ മുസ്തജാബാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ, ആ ഉസ്താദിനോട് അദ്ദേഹം കാണിച്ച സ്നേഹം, വരാനും പോകാനും യാത്രക്കുള്ള സൗകര്യങ്ങളും ഉസ്താദിന് അതതു സമയങ്ങളിൽ ആവശ്യമായ കട്ടൻ ചായ വേണ്ടപ്പോൾ അതുപോലും ആലോചിക്കുന്നു. അതേപോലെ പ്രായം ചെന്ന മറ്റൊരു മനുഷ്യൻ, സയ്യിദുൽ ഖൗം ഖാദിമുഹും, നേതാവ് എപ്പോഴൊക്കെ സേവകനാകുന്നുവെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. 20 മിനിറ്റാണ്. ഞാൻ ഒന്നുകൂടി ഇനി ചുരുക്കി ഒരു ആശയം കൂടി നിങ്ങൾക്ക് തരികയാണ്. പേർഷ്യ രാജ്യം മുഴുവനും തൻ്റെതാക്കിയിട്ട് ജനങ്ങൾ വലിയ ആദരവ് നൽകി സൈനിക നേതൃത്വത്തിന് കീഴെ സർവ ആരൂഢനായി കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയാണ് തൻ്റെ കൊട്ടാരത്തിലേക്ക് ഹാറൂൺ റഷീദ്. ആ സമയം ചേറ്റിലുണ്ടായിരുന്നു പ്രമുഖനായ ഒരു സൂഫി തെരുവിൽ ചെളിയിൽ കിടക്കുകയാണ്. പേര് ബഹ്ലൂൽ എന്നാണ്. കുട്ടികൾ ബഹ്ലൂൽ അൽ കൂഫി എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും അങ്ങനെ പരിഹാസ്യനാക്കി ചുറ്റിലും കൂടുമായിരുന്നു. തെരുവിലെ ചെളിയിൽ ബഹ്ലൂൽ കൂഫി ഇരിക്കുന്ന സമയത്ത്, കുട്ടികൾ ചുറ്റിലും കൂടി പരിഹസിക്കുന്ന സമയത്ത്, കുതിരപ്പുറത്ത് വലിയ ആരവത്തോടു കൂടി കൊട്ടാരത്തിലേക്ക് വിജയശാലിതനായി തിരിക്കുകയാണ് ബഹ്ലൂൽ കൂഫി. ഹാറൂൺ റഷീദ് തെരുവിൽ ഈ സൂഫിയുണ്ട്. കണ്ട മാത്രയിൽ എന്നെ ഉപദേശിക്കൂ എന്ന് ഹാറൂൺ റഷീദ് തൻ്റെ രഥത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്നെ ഉപദേശിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ഉപദേശം നൽകാനാണ് എന്ന് ചോദിച്ചു ബഹ്ലൂൽ കൂഫി തെരുവിൽ നിന്ന്. എന്നെ ഉപദേശിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞപ്പോ മഹാനായ ബഹ്ലൂൽ കൂഫി തട്ടുപുറകിലുള്ള ശ്മശാനത്തിലേക്ക് ചൂണ്ടിയിട്ട് ഹാദ ഖുസൂറു വഹാദ ഖുബൂറുഹും, ഇത് നിങ്ങളുടെ കൊട്ടാരമാണ്, ഇപ്പുറത്തുള്ളത് ശ്മശാനവുമാണ് എന്ന് ചൂണ്ടിപ്പറഞ്ഞു. നിങ്ങൾ കൊട്ടാരത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്, ഇപ്പുറത്തുള്ളത് ശ്മശാനമാണ്. ഇനി ഞാനെന്ത് ഉപദേശിക്കാനാണ്? ആ കൊട്ടാരവാസിയെയും ഈ ശ്മശാനം ഉപദേശിച്ചു കൊണ്ടിരിക്കും എന്ന് ചുരുക്കം. കേട്ട മാത്രയിൽ ഒന്ന് വിറച്ചുപോയ ഹാറൂൺ റഷീദ് നേരെ ഇറങ്ങി വന്നിട്ട് രാജാവ് ഈ സൂഫിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ ഒന്നുകൂടി ശക്തമായി ഉപദേശിക്കുമോ എന്ന്. ഹൃദയത്തിലേക്ക് പടരുക എങ്കിൽ ഈ ഖബറും നിങ്ങൾക്ക് കൊട്ടാരമാക്കാൻ കഴിയുമെന്ന്. തൻ്റെ ഖബറ് കൊട്ടാരമാക്കാൻ ഹൃദയത്തിലേക്ക് പടർന്നിറങ്ങിയ ഒരാളാണ് ജമാൽ സാഹിബ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഹൃദയങ്ങളിലെല്ലാം വിരാജിക്കുകയാണ് വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നതിനേക്കാൾ ഉചിതം. WMO എന്ന സ്ഥാപനത്തെക്കുറിച്ച്, നിങ്ങൾ സ്ഥാപനത്തിൽ സ്നേഹിച്ച ജമാൽ സാഹിബിനെ കുറിച്ച് പ്രസിഡന്റും സെക്രട്ടറിയും ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു. അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗം നമ്മളത് കേട്ടു. എന്നാൽ പലപ്പോഴും WO എന്ന ഈ വരിഷ്ഠ സാന്നിധ്യത്തെയല്ല, W എന്ന ജമാൽ സാഹിബ് എന്ന വ്യക്തിപ്രഭാവത്തെയാണ് അതിനേക്കാൾ വരുന്നവരെ ആകർഷിച്ചത് എന്ന് ഞാൻ ഒറ്റ വാക്കിൽ ചുരുക്കുകയാണ്. ഇപ്പുറത്ത് പ്രാർത്ഥനയുണ്ടാകാം, അപ്പുറത്ത് സ്ഥാപനങ്ങൾ ഉണ്ടാകാം, ഇപ്പുറത്ത് നിങ്ങൾ ഡയറി ഫാമുകൾ ഉണ്ടാകാം, അപ്പുറത്ത് നിങ്ങൾ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയ ബേക്കുകൾ ഉണ്ടാകാം, ബേക്കറികൾ ഉണ്ടാകാം, ഇപ്പുറത്ത് നിങ്ങളുടെ സംവിധാനത്തിന്റെ ഒട്ടനവധി ശാസ്ത്രീയമായ രീതികൾ ഉണ്ടാകാം. അതിനേക്കാൾ ആകർഷിച്ചിരുന്നത് ആ വ്യക്തിത്വമായിരുന്നു എന്നത് നിങ്ങൾ സ്വയം ആലോചിക്കുകയും ഒരു ജമാൽക്കയാകണമെന്ന് ഓരോ ആണ്ടിലും പിന്നെയും നിങ്ങൾ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ അനുസ്മരണത്തിന്റെ കാതലായ തലം എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജമാൽഖാനെ കാണുക എന്നതാണ് ഈ സ്ഥാപനം മൊത്തം നടന്നു കാണുക എന്നതിനേക്കാൾ ഒരു വ്യക്തിക്ക് സൗന്ദര്യമായി തോന്നിയത്. കാരണം അത്രമേൽ ആ ആൾരൂപത്തിന്റെ അകത്ത് വിശാലതയും ഗാംഭീര്യവും ഉണ്ടായിരുന്നു. അല്പനേരത്തെ മൗനം തരൂ, ഇരുട്ടിനെ തോൽപ്പിക്കുന്ന ഗാംഭീര്യം തരാം എന്ന് ജലാലുദ്ദീൻ റൂമി പറയുന്നു. റൂമി പച്ചിലയിലേക്ക് നോക്കി ദൈവത്തിന് സുജൂദ് ചെയ്യുന്നു. എന്നാൽ റൂമി പ്രകൃതിയുടെ മഹാസൗന്ദര്യത്തെ ആകൃഷ്ടനായിട്ട് അള്ളാഹുവിനെ സ്ത്രോത്രവും നമിച്ചുകൊണ്ട് സുജൂദും ചെയ്തുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. റൂമി പറയുമായിരുന്നു, സൃഷ്ടികളുടെ സൗന്ദര്യങ്ങളും അതിന്റെ വൈവിധ്യങ്ങളും എന്നെ ആകർഷിക്കുന്നത് സൃഷ്ടാവിന്റെ കലാവിരുതിലേക്കും അതിന്റെ ഔന്നത്യത്തിലേക്കുമാണ്. അള്ളാഹുവിനെ കാണാൻ ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയെ സമീപിക്കുന്നുവെന്ന്. ഈ മനോഹരമായ WMO കാണാൻ യഥാർത്ഥത്തിൽ അതിന്റെ ശില്പിയെ ആലോചിക്കുമ്പോഴാണ് അതിനേക്കാൾ ഗാംഭീര്യമുണ്ട്,
ജമാൽക്ക എന്ന ആ സൗന്ദര്യദ്യുതിക്ക്, ജമാലിയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഒരു സ്വഭാവ പ്രകൃതമാണ്. എന്നാൽ ജമാൽ സാഹിബ് ആ സൗന്ദര്യമെല്ലാം അകത്തു സൂക്ഷിച്ച ഒരു വ്യക്തിപ്രഭാവമാണ്. ഇനി എനിക്ക് ജമാൽ സാഹിബിനെ കുറിച്ച് പറയാനുള്ളത് ഐഡിയാസുകൾ വാക്കുകളിൽ എങ്ങനെ ചുരുക്കി ഒതുക്കാം എന്ന് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഒരുപാട് സംസാരിക്കുക എന്നതിന് പകരം കുറഞ്ഞ വാക്കുകളിൽ എപ്പോഴും വ്യക്തിക്ക് ഔന്നത്യം ഉണ്ടാകുന്നത് കൂടുതൽ ശബ്ദമുണ്ട്. ഖലീലാവുദ്ദീനിൽ രസകരമായ ഒരു കഥയുണ്ടല്ലോ. കാട്ടിലെ സിംഹമായ രാജാവ് പുറത്തിറങ്ങിയപ്പോ നന്നായി അലറുന്ന പശുവിനെ കണ്ടു. മന്ത്രിയായിരുന്ന കുറുക്കനപ്പൊ പറഞ്ഞു, എത്ര രാജാവ് എങ്ങളെക്കാൾ അതിശ്രേഷ്ഠൻ നാട്ടിൽ ഭരിക്കാൻ വന്നിട്ടുണ്ടോ എന്ന്. സംഗതി തിരിയായിരുന്ന രാജാവ് കൂട്ടിലേക്ക് മെല്ലെ തിരിഞ്ഞു മടങ്ങിയിട്ട് പറഞ്ഞു, എത്ര എന്നേക്കാൾ ശക്തനാണെങ്കിൽ മന്ത്രി എന്നെ വിവരം അറിയിക്കണേ എന്ന്. ഒരു മാസക്കാലം പറ്റിച്ചുകൊണ്ടിരുന്നു, എത്ര നിങ്ങളെക്കാൾ ശക്തൻ തന്നെയാണ്, അവന് ഞാൻ വീഴ്ത്തിയിട്ട് തിരിച്ചു വരാമെന്ന്. പശു അലറുമ്പോഴൊക്കെ ഈ സിംഹരാജന് പേടിയായിരുന്നു, എത്ര അപ്പുറത്തുള്ളത് ശക്തനാണെന്ന് ആലോചിച്ചിട്ട്. ഒരിക്കൽ കുറുക്കൻ കഥയിൽ അവസാനം പറഞ്ഞു, എത്ര ഇങ്ങനെ, എൻ്റെ മുത്തച്ഛൻ പറയാറുണ്ട്, പലപ്പോഴും വലിയ ഒച്ച ഉണ്ടാകുന്നതിൻ്റെ ഉള്ളു പൊള്ളയായിരിക്കും. ഞാൻ ഇപ്പോഴാണ് കക്ഷിയെ പഠിച്ചത്, അത് ഒച്ച തന്നെ ഉള്ളൂ, ഉള്ളു പൊള്ളയാണ്, ചെണ്ട കണ്ടിട്ടില്ലേ, അതുപോലെയാണെന്ന്. വലിയ ശബ്ദമാണ് പലപ്പോഴും ലീഡർഷിപ്പ് എന്ന് നിൽക്കുന്നവർക്കിടയിൽ കൊച്ചു മിനിറ്റുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ വാക്കുകളിൽ ഒതുക്കി പറയുന്ന ഒരു പ്രഭാവമുണ്ടായിരുന്നു, രീതിയുണ്ടായിരുന്നു ജമാൽ സാഹിബ്. പലപ്പോഴും ഇരുന്ന് സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ ആശയങ്ങൾ വലിയ ദീപ്തിയോടുകൂടി അകത്തേക്ക് വരുന്ന വിധം അത്രമേൽ വിശാലമായ ഹൃദയത്തിൽ നിന്ന് ചുരുങ്ങിയ ആശയങ്ങൾ വാക്കുകളായി ഒതുങ്ങുമായിരുന്നു. ചിലപ്പോൾ പ്രസംഗവും അതായിരുന്നു ജമാൽ സാഹിബിൻ്റെത്. വയനാടിന്റെ കുളിരെല്ലാം അനുഭവിക്കുന്ന ഡിസംബറിൽ തന്നെയാണ് ജമാൽ സാഹിബിനെ അള്ളാഹു തിരിച്ചു വിളിച്ചത്. ഓർക്കും തോറും സ്മരിക്കും തോറും അകത്ത് കുളിരു പകരാവുന്ന വിധം പ്രകൃതിയും ആ സമയത്തെ തെരഞ്ഞെടുത്തോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മാമലയിൽ കാറ്റുപിടിക്കുമ്പോഴുണ്ടാകുന്ന കുളിര് തന്നെയാണ് ജമാൽ സാഹിബിന്റെ സമീപത്തിരുന്ന് ആശയ സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയുന്ന കുളിര് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കാം. ജമാൽ സാഹിബ് ചിലപ്പോ സുന്നിസത്തെ സ്പർശിക്കും. ജമാൽ സാഹിബ് ചിലപ്പോ വ്യക്തികളുടെ ഔന്നത്യത്തെ കുറിച്ച് പറയും. ജമാൽ സാഹിബ് സ്ഥാപനങ്ങളുടെ മാത്സര്യത്തെ കുറിച്ച് പറയും. അതേസമയം ജമാൽ സാഹിബ് സമൂഹത്തിൽ ലീഡേഴ്സിനെ കുറിച്ച് പറയും. അപ്പോഴൊക്കെ അളവുകോലുകൾ കൃത്യമാവുകയും എന്നാൽ അവർക്കിനിയും ഉയരാനുള്ള വഴികളെ തൻ്റെ വാക്കുകളിൽ ഒതുക്കുകയും ചെയ്യും. എപ്പോഴും ഒരു വിനീത ശിഷ്യനായിട്ടാണ് ജമാൽ സാഹിബിന്റെ ചേറിന്റെ മുഖാമുഖം ഇരുന്ന് സംസാരിച്ചാൽ തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നത്. ആ ശിഷ്യത്വം എന്ന് പറയുന്നത് നമ്മളെ വിനീതനാക്കുക മാത്രമല്ല, ഇനിയും സംസാരിക്കാൻ അടുപ്പം നൽകി ഇനിയും ആകർഷിച്ച് തിരിച്ചു പോകുന്ന ഒരവസ്ഥ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോകുന്നവൻ കഅബ കാണാൻ എന്തൊരാനന്ദമാണ്. കറുത്ത കല്ലുകൊണ്ടാണത് പണിതത്. അത്രമേൽ അലങ്കാര സൗകുമാര്യതയൊന്നും അതിൻ്റെ ഭിത്തിയിലില്ല. ക്ഷേത്രങ്ങൾ ഉത്സവങ്ങളായാൽ ക്ഷേത്രത്തിന്റെ ഭിത്തികൾ ആലത്തീക ദീപങ്ങളുടെ ധവളിമയിൽ അങ്ങനെ പൂത്തുലഞ്ഞ് കത്തുന്നുണ്ടാകും. പക്ഷേ ഉത്സവത്തിന്റെ സീസൺ എന്ന് പറയുന്നത് പോലെ ഹജ്ജിന്റെ സമയം വെച്ചിയാൽ ഒരു പ്രത്യേകമായ അലങ്കാരവുമില്ല വിശുദ്ധ കഅബാലയത്തിൽ. പക്ഷെ നോക്കി നിൽക്കാൻ എന്തൊരാനന്ദമാണ്. لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم شيء إن أنتم إلا تكذبون يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم
قالوا طائركم معكم أن تبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جنود محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, മുതഅല്ലിമീങ്ങളെ, വിദ്യാർത്ഥിനികളെ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ അഭിവന്ദ്യരായ മാനേജ്മെൻറ്റ് നേതാക്കളെ എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മജ്ലിസ് അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടെ വന്നു ചേർന്ന നമ്മളെല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തീർത്ത് തരട്ടെ. നമ്മുടെയും നമുക്കുള്ളവരുടെയും രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. ആഫത്ത്, ബലാഗ്, മുസീബത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നാം ഇവിടെ നൽകിയ ദാനധർമ്മങ്ങൾ, നേർച്ചകൾക്ക് അല്ലാഹു ഉടനടി ഫലം തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ പരലോകം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ആണ്ട് അനുസ്മരണം നടത്തപ്പെടുന്ന വന്ദ്യരായ ജമാൽ സാഹിബ് അവരുടെ വിശുദ്ധ റൂഹിലേക്ക് ഇതിൻ്റെ എല്ലാം സവാബ് അല്ലാഹു ഈ നിമിഷം എത്തിച്ചു കൊടുക്കട്ടെ. ബർസഖിയായ ജീവിതം അല്ലാഹു ഉയരങ്ങളിൽ എത്തിക്കുമാറാവട്ടെ. അദ്ദേഹം കാണിച്ചു തന്ന പാത കെടാവിളക്കായി ശ്രദ്ധിച്ച് അതിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുപോലെ ഒരുപാട് ജമാലുമാരായി മാറാൻ നമുക്കൊക്കെ പടച്ചോൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മഹത്തായ പരിപാടിയിൽ ജമാൽ സാഹിബിനെ വളരെ കുറഞ്ഞ സമയത്ത് വിശദമായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സക്കരിയ ഉസ്താദ് അനുസ്മരിക്കുകയുണ്ടായി. ഇനി ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഈ ഒരു അവസ്ഥയാണ് എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഇവിടുന്ന് പോകലാണ് ഈ പരിപാടിൻ്റെ വിജയം. ഞാനൊരു പണ്ഡിത കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും വിജയവും എൻ്റെ മരണശേഷം ജീവിച്ചിരിക്കുന്നവർ
എന്നെ ഓർക്കലും എനിക്ക് വേണ്ടി ഫാത്തിഹാന തരലും ഞാൻ മരിച്ചാലും ഇൽമിൻ്റെ മേഖലയിൽ, ഇസ്ലാമിൻ്റെ മേഖലയിൽ, സമുദായത്തിനിടയിൽ മരിച്ചാലും ജീവിച്ചിരിക്കുക എന്നതാണ്. അത് എന്നെ എൻ്റെ റബ്ബ് സ്വീകരിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. പരലോകത്ത് ഞാൻ നിർണയിക്കപ്പെട്ടവനായി അല്ലെങ്കിൽ എണ്ണപ്പെട്ടവരിൽ ഒരാളായി എന്നതിൻ്റെ അടയാളമാണ്. മരണം കഴിഞ്ഞ് ഖബർ കുറെ പ്രൗഢമാക്കി മീസാങ്കല്ല് കുത്തി പേരെഴുതി ജനനവും മരണമൊക്കെ എഴുതി ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. ഖബറിൻ്റെ ഉള്ളം നന്നാവണം. ഉള്ളം നന്നാവണമെങ്കിൽ പണ്ഡിതന്മാർ ജീവിച്ചതുപോലെ, സ്വാലിഹീങ്ങൾ ജീവിച്ചതുപോലെ, അല്ലാഹുവിനെ പേടിക്കുന്ന ഭരണാധികാരികൾ ജീവിച്ചതുപോലെ, ഉമറാക്കൾ ജീവിച്ചതുപോലെ, പൊതുജനങ്ങൾ ജീവിച്ചതുപോലെ, ജമാൽ സാഹിബ് ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഇത്തരം ആണ്ടുകൾ നമുക്ക് നൽകുന്ന ഒരു പാഠം അതാണ്. പടച്ചവൻ നമുക്കും ആ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അദ്ദേഹം ഇസ്മും മുസമ്മയും ഒത്ത ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാനും പഠിക്കാനും കഴിഞ്ഞവരാണ്. പേര് ജമാൽ ആണ്. ഭംഗിയുള്ളവൻ, മനോഹരമായവൻ, ജമാലുള്ളവൻ എന്നൊക്കെ ഇതിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ ആ പേര് തൻ്റെ ശരീരത്തിലും ആത്മാവിലും ജീവിതത്തിലും ഉടനീളം ഉണ്ടായിരുന്നു. പേരിൻ്റെ അർത്ഥമൊത്ത വ്യക്തിയാണ്. അതുപോലെ നമുക്കൊക്കെ ഓരോ പേര് നമ്മുടെ മാതാപിതാക്കൾ തന്നിട്ടുണ്ട്. അഹ്മദ്, മുഹമ്മദ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ഹൈദർ, അലി, ബഷീർ, ബസീർ, അല്ലെങ്കിൽ മറ്റുള്ള പേരുകൾ ഉള്ളവരായി നമ്മൾ ജീവിച്ച് ആ അർത്ഥമുള്ളവരായി നമ്മൾ മരിക്കണം. അതാണ് ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠം. നമ്മൾ കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. നമ്മുടെ വാക്കാൽ ഉണ്ടാവരുത്, പ്രവൃത്തിയാൽ ഉണ്ടാവരുത്, ചിന്തയാൽ ഉണ്ടാവരുത്, ഒന്നും ഉണ്ടാവരുത്. അതേ സമയത്ത് നാം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവരാവുക, പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. പറ്റുമെങ്കിൽ ഏതെല്ലാം വിധം ആർക്കൊക്കെ ഉപകാരം ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യാം. ഇല്ലേ നമ്മളെ കൊണ്ട് ആർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ക്ഷമിച്ചും സഹിച്ചും ശാന്തരായും അച്ചടക്കമുള്ളവരായും നമ്മൾ ജീവിക്കാൻ ശ്രമിക്കും. നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് യജമാനനായ പടച്ചവനെ പേടിച്ച് അല്ലാഹുവിൽ ആശ വെച്ച്, അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിൽ ആശ വെച്ച് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹുവിൻ്റെ ദീനിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച് ജമാൽ സാഹിബിനെ ആ മാതൃക പിൻപറ്റി നമ്മളൊക്കെ ജീവിക്കണം. സത്യവിശ്വാസികൾക്ക് ഒരു ലക്ഷണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ, ഒരുപാട് സ്വഭാവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറയും, വല്ലദീന യഖൂലൂൻ റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങൾക്ക് തൊട്ടു മുമ്പ് കഴിഞ്ഞുപോയ മുൻഗാമികൾ, അവരെ വഴിയെ ഞങ്ങളെയും നടത്തിത്തരണം. അവരോട് ഒരു അണുമണി വെറുപ്പ്, വിദ്വേഷം, അനിഷ്ടം ഞങ്ങളെ മനസ്സിൽ ഉണ്ടാവരുത്. അവർ കാണിച്ചു തന്ന ആ വഴി മുറുകെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്നവരും പ്രാർത്ഥിക്കുന്നവരും
സത്യവിശ്വാസികളെ സ്വഭാവത്തിൽ അല്ലാഹു തആല എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും മരിച്ചാൽ എല്ലാവർക്കും നാം ഒരു മാതൃകാ പുരുഷന്മാരായി നാം ആവണം. അഹങ്കാരം, അഹന്തത, ഞാൻ എന്ന ഒരവസ്ഥ ഒരു നിമിഷം പോലും നാം ഏത് തുറകളെത്തിയാലും ഏത് പടികളിലേക്ക് അല്ലാഹു നമ്മൾ എത്തിക്കുമ്പോഴും ഞാൻ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകരുത്. ഞാനില്ല, നമ്മളാണ്. ഞാൻ എന്ന ഒരു അവസ്ഥ എന്ന് നമ്മിൽ നിന്ന് മരിക്കുമെന്നോ അന്നേ നമ്മൾ ഒരു മനുഷ്യനാവാൻ തുടങ്ങുന്നുള്ളൂ. പലർക്കും പല ഉയർച്ചയും പല വളർച്ചയും അല്ലാഹു കൊടുത്തു കാണും. അതൊക്കെ കൊടുക്കുമ്പോഴും അല്ലാഹുവിൽ താഴ്മ ചെയ്ത് ജീവിക്കുക. താഴ്മ ചെയ്യും തോറും അല്ലാഹു നമ്മളെ ഉയർത്തും. താഴ്മ ചെയ്തു എന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ആരെങ്കിലും നമ്മളെ ചെറുതായി കണ്ടെങ്കിൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. അവർക്ക് മാപ്പ് കൊടുക്കുന്നവരും പുറത്തു കൊടുക്കുന്നവരും ആണ് നമ്മൾ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെറുതായി പോകരുത്. അള്ളാഹുവിൻ്റെ അരികത്ത് നമ്മൾ അടിമയായി അള്ളാഹ് ഇഷ്ടപ്പെട്ടവരായി നിൽക്കണം. അതിനുള്ള ശ്രമം നടത്തുക. നമ്മുടെ നാവ് കൊണ്ട് ആരെയും കുറ്റം പറയരുത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന സഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്ന് ചോദിച്ചു, എൻ്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ എനിക്കെന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരൂ. എൻ്റെ ദുനിയാവ് രക്ഷപ്പെടണം, ആഖിറവും രക്ഷപ്പെടണം. ദുനിയാവിൽ ജമാൽ സാഹിബ് രക്ഷപ്പെട്ടവനാണ്. ദുനിയാവിൽ ജമാൽ സാഹിബിനെ കുറിച്ച് നല്ലതേ പറയുന്നുള്ളൂ, നല്ലതേ ചിന്തിക്കുന്നുള്ളൂ. ദുനിയാവ് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതാ. ദുനിയാവിൽ വെച്ച് നമ്മളൊരു ഫിത്ന ഫസാദിലും പെടാതെ നമ്മൾ മോമിനീങ്ങളായി കഴിയണം. ആഖിറത്തിലും അങ്ങനെ തന്നെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ എന്ന ആ പ്രഗൽഭനായ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തത്, നിന്റെ നാവ് നീ സൂക്ഷിക്കണം. എല്ലാ നന്മകളും വന്നു ചേരാൻ, എല്ലാ തിന്മകളും നിന്നിൽ നിന്ന് ഇല്ലാതെയാവാൻ മുആദേ നാവ് സൂക്ഷിക്കണം. നാവിനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്താൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ കുടുങ്ങുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാകില്ല. നമ്മൾ ഒറ്റപ്പെട്ടു പോകും, വിലപിച്ചു പോകും. പരലോകമുണ്ടെന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉള്ളം തട്ടി വസിയ്യത്ത് ചെയ്തുകൊണ്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ നമ്മളും നമ്മുടെ കുടുംബവും മരണം വരെ ജീവിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും വസിയ്യത്ത് ചെയ്തുകൊണ്ട് ജമാൽക്കകൾ ഈ നാട്ടിൽ വളരട്ടെ. ഈ മുട്ടിൽ യതീംഖാനക്ക് താങ്ങും തണലുമായി ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചും പ്രാർത്ഥിച്ചും ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടിപ്പായുന്ന ഇവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അടങ്ങുന്ന കമ്മിറ്റിയുടെ വലിയ നേതൃത്വത്തിന് വേണ്ടി അല്ലാഹു തആല ദുനിയാവും ആഖിറവും അവർക്ക് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഉസ്താദുമാര്, പണ്ഡിതന്മാര്, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. പ്രവാസ ലോകത്തും നാട്ടിലും എല്ലായിടത്തും ചെറിയ കുഗ്രാമങ്ങളിൽ വരെ ചെറിയ നേർച്ചപ്പെട്ടികളിൽ ചെറിയ തുക വെച്ചുകൊണ്ട് ഇതിനെ സഹായിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും യതീമുകൾക്കും അതേപോലെ അഗതികൾക്കും എല്ലാവർക്കും അല്ലാഹു തആല ഇരുലോക വിജയം നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സമയം വളരെ കുറവാണ്. രാത്രി പരിപാടി കുറേ ദൂരത്തായതുകൊണ്ട് വേഗം പോകേണ്ടതുമുള്ളത് കൊണ്ട് നിങ്ങളോടൊക്കെ സമ്മതം വാങ്ങി എല്ലാ ഉസ്താദുമാരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ദുആ ചെയ്യുന്നു. നിങ്ങളെല്ലാം ഈ സാധുവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ടും, ഇന്നല്ലെങ്കിൽ നാളെ ഈ സാധുവും മരണപ്പെട്ടു എന്ന് കേൾക്കാം. ആ സമയത്ത് ഈ സാധുവിന് വേണ്ടിയും നിങ്ങളൊക്കെ ഒരു മയ്യിത്ത് നിസ്കരിച്ച് ഒരു യാസീൻ ഓതി ദുആ ചെയ്ത് ഹദിയ ചെയ്ത് തരണമെന്ന് എല്ലാവരുടെയും കാല് പിടിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على المصطفى حبيب الله محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على محمد عدد ما صلاة محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه إلى حضرة روح سيدنا وشفيعنا المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة العالية وبعثه مقاما محمودا الذي وعدته وارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله المورود واسقنا بكأسه وانفعنا بمحبته واحشرنا غدا تحت ظل لوائه المعقول وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين صلوات الله وسلامه عليهم أجمعين. سيدتنا فاطمة الزهراء والإمامين الحسن والحسين وسيدتنا خديجة الكبرى وعائشة الصغرى وأمهات المؤمنين وإلى أرواح ساداتنا البدريين واليهوديين وبقية الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرة روح شيخنا غوث الأعظم سلطان محي الدين عبد القادر الجيلاني الجستي الأجميري قدس الله سره العزيز وإلى حضرة روح شيخنا شيخ ضياء الدين أبي النجيب عبد القاهر السهروردي الكبروي الحمداني قدس الله سره العزيز وإلى أرواح جميع أساتذتنا ومشايخنا في سلسلة القادرية الجلالية والرفاعية والجستية الصابرية والسهروردية الكبروية الحمدانية قدس اللهم أسرارهم وارض عنهم ونفعنا بهم في الدارين وإلى أرواح جميع ساداتنا وعلمائنا وأمرائنا المرحومين كلهم يا رب العالمين. اللهم زد في شرفهم وأعل درجاتهم وانصرنا بهم يا خير الناصرين وبحقوق هؤلاء الشرفاء المذكورين. اللهم يسر عسيرنا وسهل أمورنا وفرج كروبنا واكشف همومنا. اللهم بلغ آمالنا وحقق رجاءنا واشف أمراضنا واغفر بلياتنا أعداءنا وانصرنا على أعدائنا يا خير الناصرين. اللهم خصوصا إلى حضرة روح من اجتمعنا هاهنا بسببه فتلمي. اللهم أصلح حاله في قبره وفيما بعده. اللهم جعل قبره روضة من رياض الجنة ولا تجعل قبره حفرة من نفر النيران. اللهم نبر قبره بنور القرآن وزين قبره بزينة القرآن ووسع قبره ببركة القرآن. اللهم ألبسه من ثياب الجنة وأفرشه من فراش الجنة. اللهم اجعلنا وإياه وأمواتنا من خيار أمة سيدنا محمد صلى الله عليه وسلم وارزقنا وإياهم شفاعة سيدنا محمد صلى الله عليه وسلم وارزقنا وإياهم كأس سيدنا محمد صلى الله عليه وسلم وارزقنا وإياهم معية سيدنا محمد صلى الله عليه وسلم. اللهم إنا نحن عبيدك الضعفاء الفقراء المساكين قد رفعنا أيدينا داعين راجين راغبين شافعين لمن نويناه يا رب العالمين. اللهم لا تردنا ولا تطردنا. أجب يا مجيب أجب يا مجيب أجب يا مجيب. اللهم بلغ إلى روحه ثواب قراءتنا واستغفارنا وصلواتنا وثواب أعمالنا الصالحات لأجله وثواب إطعام الطعام وسائر الصدقات
لأجله فاجعل ذلك فداء له من عذاب القبر فتنتي ومن عذاب النار وفكاكا له من عذاب القبر وفتنته وبيننا وبينه في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وإلى أرواح أمواتنا وأموات المسلمين اللهم اجعل قبورنا وقبورهم روضات من رياض الجنان ولا تجعل قبورنا وقبورهم حفرات من حفر النيران أرحم الراحمين രാജ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ ദുആഇനെ കബൂൽ ചെയ്യണേ അല്ലാഹ് ആമീൻ കബൂൽ ചെയ്യണേ അല്ലാഹ് പവിത്രമായ ഒരു മൈതാനിയിലാണ് ഞങ്ങൾ ഉള്ളത് നിന്റെ ഇൽമിനെ പഠിപ്പിക്കുന്ന ദീനി സ്ഥാപനങ്ങളുള്ള യതീമുകളുള്ള അഗതികളുള്ള മുതഅല്ലിമീങ്ങളുള്ള പണ്ഡിതന്മാരുള്ള വയസ്സായ ഉപ്പമാരുള്ള ഒരുപാട് ദീനി ഖാദിമീങ്ങളുള്ള സഹായികളുള്ള ഒരു മൈതാനിയിലാണ് നീ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് തൻ്റെ ഒരു പുരുഷായുസ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി യതീമുകൾക്ക് വേണ്ടി നീക്കി വെച്ച് കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചു മരണപ്പെട്ടു പോയ ഒരു മാന്യ വ്യക്തിയുടെ പേരിലാണ് നീ ഞങ്ങളെ ദുആ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഓതിയ ഫാത്തിഹയും യാസീനും ഇഖ്ലാസും അഅ്വിദത്തൈനിയും മറ്റു അമാലുകളും സ്വലവാത്ത് സലാമുകളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ ഇത്തരം ഒരു സംരംഭം സംഘടിപ്പിച്ച് പൂർവീകരെ ഓർമ്മിപ്പിക്കണമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കയറി വന്ന ഇന്ന് ഈ സ്ഥാപനം നോക്കുന്ന മാനേജ്മെന്റിന്റെ ആ നല്ല പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം അവർക്ക് നൽകണേ അല്ലാഹ് അവർക്ക് ആയുസ്സും ആഫിയത്തും നല്ലതിനുള്ള തൗഫീഖും ഏറ്റി കൊടുക്കണേ അല്ലാഹ് അവരിലുള്ള രോഗികൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ് അവരുടെ രോഗങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ രോഗങ്ങൾ അവരുടേതും ഞങ്ങളുടേതും അവരുടെയും ഞങ്ങളുടെയും രോഗികളുടേത് ശിഫയാക്കണേ പടച്ചോനെ ആഫിയത്ത് നൽകണേ റബ്ബേ മാറാവ്യാധികളെ തൊട്ട് പകർച്ചവ്യാധികളെ തൊട്ട് നോക്കാൻ ആളുകൾ മടിക്കുന്ന നോക്കാൻ ആശുപത്രിക്കാർ മടിക്കുന്ന ആ വിധം യാതൊരു രോഗവും അവർക്കും ഞങ്ങൾക്കും നൽകല്ല റബ്ബേ നൽകല്ല റബ്ബേ നൽകല്ല റബ്ബേ നൽകല്ല റബ്ബേ നൽകല്ല റബ്ബേ പലരെയും മാതാപിതാക്കൾ പലരെയും ഭാര്യ ഭർത്താക്കന്മാർ പലരെയും ആങ്ങളപ്പങ്കന്മാർ പലരെയും മക്കൾ രോഗികളാണ് പലജാതി അസുഖക്കാരാണ് നീ അതൊക്കെ മാറ്റിക്കൊടുക്കണേ റബ്ബേ ശിഫയാക്കണേ റബ്ബേ ശിഫയാക്കണേ റബ്ബേ അല്ലാഹുവേ വിവാഹ പ്രായമെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് അനുയോജ്യ ബന്ധം നൽകണേ തമ്പുരാനെ മുടക്കങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ തമ്പുരാനെ വിവാഹം കഴിഞ്ഞിട്ട് പരസ്പരം പൊരുത്തക്കേടിലും അനിഷ്ടത്തിലും പ്രശ്നത്തിലും കഴിയുന്ന കുടുംബങ്ങളുണ്ട് അവർക്കിടയിൽ സ്നേഹമിട്ട് കൊടുക്കണേ റബ്ബേ അവർക്കിടയിൽ ഒത്തൊരുമ ഹൈറില്ലെങ്കിൽ നീ അവരെ ഹൈറായ നിലക്ക് രണ്ട് ഭാഗത്തേക്കാക്കി സന്തോഷ ജീവിതം കൊടുക്കണേ റബ്ബേ എന്നും പ്രശ്ന കലുഷിതമായ ജീവിതം മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മക്കളെ കൊടുക്കണേ അല്ലാ മക്കളെ കൊടുക്കണേ അല്ലാ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ലാ ഗർഭത്തിൽ ഇരിക്കുന്ന കുട്ടിയുടെ കാര്യത്തിൽ ഡോക്ടർമാർ ആശങ്ക പറഞ്ഞിട്ട് കിഡ്നിയില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് നാഥനായ റബ്ബേ ഉസ്താദെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് നാഥാ നീ അവരെ ആശങ്ക തീർത്തു കൊടുക്കണേ റബ്ബേ പൂർണ്ണമായി കുറ്റമറ്റ ഒരു കുട്ടി അവർക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ ആ ഡോക്ടർമാർ പറഞ്ഞതൊന്നും ഇല്ലാത്ത വിധം അവർ പറഞ്ഞത് പക്ഷേ സത്യമായിരിക്കാം പക്ഷേ അതൊന്നും ഇല്ലാത്ത വിധം ആ കുടുംബത്തിന് സമാധാനപരമായ മക്കളെ കൊടുക്കണേ റബ്ബേ അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ അല്ലാഹുവേ 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 പ്രസവിച്ചതിന് ശേഷം മക്കൾക്ക് സ്ഥിരമായ അസുഖമുള്ളവരുണ്ട് ആ മക്കളെ രോഗം നീ മാറ്റണേ റബ്ബേ സംസാരിക്കാത്ത കുട്ടികളുണ്ട് അവർക്ക് സംസാര ശൈലി കൊടുക്കണേ തമ്പുരാനെ അങ്ങ് വൈകല്യമുള്ള ബുദ്ധിമാന്യമുള്ള കുട്ടികളുണ്ട് അവർക്ക് നീ ആഫിയത്തും അവർക്ക് സന്തോഷവും നൽകണേ റബ്ബേ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ പടച്ചോനെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ മുട്ടിലെ തീങ്കാറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വലിയ സ്ഥാപനത്തെ നീ ഉയർത്തണേ അല്ലാ നീ വളർത്തണേ അല്ലാ ഇവിടുത്തെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് സന്തോഷം നൽകണേ അല്ലാ പടച്ചോനെ ഈ സ്ഥാപനത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ വളർത്തിക്കൊണ്ടുവരാൻ
ഈ അഹോരാത്രം പ്രവർത്തിച്ച പ്രയത്നിച്ച ഇതിന്റെ പിതാവ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ബഹുമാനപ്പെട്ട ജമാൽ സാഹിബ് വിട പറഞ്ഞു പോയി. ചെയ്ത പ്രവർത്തികളൊക്കെയും എല്ലാം അദ്ദേഹത്തിന്റെ ബർസഖി ലോകത്തേക്ക് ഒരു വലിയ സൽക്കർമ്മത്തിന്റെ കൂടാരമായി എത്തിച്ചു കൊടുക്കണേ അല്ലാ, എത്തിച്ചു കൊടുക്കണേ അല്ലാ, എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിടം സ്വർഗ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗീയ ഹൂറികളെ കൂടെ സ്വർഗീയ അഗ്നിക്കാരോട് കൂടെ അമ്പിയ ഔലിയാക്കന്മാരോട് കൂടെ നീ ആക്കണേ പടച്ചോനെ, ആക്കണേ പടച്ചോനെ. റഹ്മാനായ റബ്ബേ, അദ്ദേഹത്തിന് വേണ്ടി ഇന്നിവിടെ ചെയ്തിട്ടുള്ള സർവ്വ സുഹൃത്തുക്കളുടെയും പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. റാഹത്തിലും റാഹത്ത് കൊടുക്കണേ തമ്പുരാനെ, റാഹത്തിലും റാഹത്ത് കൊടുക്കണേ തമ്പുരാനെ, റാഹത്തിലും റാഹത്ത് കൊടുക്കണേ തമ്പുരാനെ. സ്വർഗീയ ജീവിതമാക്കണേ തമ്പുരാനെ, അനുഗ്രഹിക്കണേ തമ്പുരാനെ, നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇന്നിന്റെ ദിവസം ഈ മണ്ണിൽ കാലുകുത്തിയ ആരെയും വെറുതെയാക്കല്ല പടച്ചോനെ. ഗൾഫ് നാടുകൾ ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്, അവരെ മുഴുവൻ നീ സഹായിക്കണേ തമ്പുരാനെ. അവരെ കച്ചവടത്തിലും ജോലിയിലും അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ, ഐശ്വര്യം നൽകണേ തമ്പുരാനെ. ആർക്കുള്ള പരാതികളും നീ പരിഹരിക്കാതെ പോകരുതേ തമ്പുരാനെ. രോഗികൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ, കടക്കാരെ കടം വിടാൻ വഴി തുറക്കണേ തമ്പുരാനെ. കെട്ടിക്കാനുള്ളവർക്ക് അതിന് സാമ്പത്തിക കഴിവ് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗങ്ങളൊക്കെ മാറ്റണേ റബ്ബേ, സന്തോഷവും സമാധാനവും തമ്പുരാനെ നീ നൽകണേ തമ്പുരാനെ. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉയർച്ച നൽകണേ റബ്ബേ, പഠിപ്പിക്കുന്നവർക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചോനെ, മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്തിലാക്കണേ റബ്ബേ. പടച്ചോനെ, ഈ സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉലമാക്കളും ഞങ്ങളെ സാദാത്തുക്കളും ഞങ്ങളെ ഉമറാക്കളും പൊതുജനങ്ങളും എല്ലാവരും ഒത്തൊരുമയോടെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി നീ കാണിച്ചു തരണേ പടച്ചോനെ, കാണിച്ചു തരണേ പടച്ചോനെ. ആമീൻ പറഞ്ഞു തരൂ മുഅ്മിനീങ്ങളെ, കാണിച്ചു തരണേ പടച്ചോനെ. എല്ലാവരെയും നീ ഇത്തിഫാഖിലാക്കി നല്ല നിലക്കാക്കണേ റബ്ബേ, 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 റബ്ബേ. വേദനയുണ്ട് റബ്ബേ, പ്രയാസമുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ഉലമാവിനെയും സാദാത്തിനെയും ഉമറായിനെയും പൊതുജനങ്ങളെയും നീ ഒത്തൊരുമയിലാക്കി ഞങ്ങളെ കാര്യങ്ങളൊക്കെ സന്തോഷത്തിലാക്കണേ റബ്ബേ. എല്ലാവർക്കും ആഫുവിന്റെ മനസ്സ് കൊടുക്കണേ റബ്ബേ. അതല്ല നീ പഠിപ്പിച്ചത്, അതല്ല മുത്തനബി പഠിപ്പിച്ചത്, അതല്ല ദീൻ പഠിപ്പിച്ചത്. എല്ലാവർക്കും ആഫുവിന്റെ മനസ്സ് കൊടുത്തുകൊണ്ട് എല്ലാം നീ റാഹത്താക്കണേ തമ്പുരാനെ. ഞങ്ങളെ പള്ളികൾക്കും മദ്രസകൾക്കും സ്ഥാപനങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിനും ഒന്നിനും യാതൊരുവിധ പോറൽ പോലും ഏൽക്കാത്ത വിധം നീ സംരക്ഷിക്കണേ റബ്ബേ, സംരക്ഷിക്കണേ റബ്ബേ. എല്ലാരെയും ഇസ്സത്തിലാക്കണേ റബ്ബേ, ആരെയും കുറവിലാക്കല്ല റബ്ബേ, എല്ലാരെയും ഇസ്സത്തിലാക്കണേ റബ്ബേ. ദുആക്ക് ഉത്തരം തരണേ റബ്ബേ, ദുആക്ക് ഉത്തരം തരണേ റബ്ബേ, ദുആക്ക് ഉത്തരം തരണേ റബ്ബേ. സാധുക്കളായ ഞങ്ങൾ മരിക്കുന്ന സമയം ഞങ്ങളെ ആദ്യമത്തിൽ നന്നാക്കണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഞങ്ങളുമായി കടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇൽമിനെ പഠിക്കാനും പഠിപ്പിക്കാനും ഭക്ഷണം തരുന്നവർ, വെള്ളം തരുന്നവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുറ്റ്യാടി മുസ്ലിം യതീംഖാന, ആ യതീംഖാനയുടെ സ്ഥാപനങ്ങൾ ശരീഅത്ത് കോളേജും പള്ളി ദർസും അഗതി മന്ദിരവും അനാഥ മന്ദിരവും എല്ലാമുള്ള ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട്, അതിലേക്ക് നർസിയാക്കുന്നവരുണ്ട്, ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, ആ കുട്ടികൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നവരുണ്ട്. അവരെ മുഴുവനും ഞങ്ങളെ പ്രാർത്ഥനയിൽ കൊടുത്തണേ തമ്പുരാനെ. അതേപോലെ ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ മശായിഖന്മാർ, ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യ മക്കള്, മക്കളെ മക്കള്, ജ്യേഷ്ഠാനുജന്മാര്, ഞങ്ങളെ പെങ്ങന്മാർ മുഴുവനും കൂട്ടുകുടുംബത്തെയും ഞങ്ങളെ ദുആയിൽ പെടുത്തണേ റബ്ബേ. വഫാത്തായി പോയ ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, മഹത്തുക്കൾ, ഒരുപാട് ദീനി ഖാദിമീങ്ങൾ, സാധാരണക്കാരും ആണ് പെണ്ണുങ്ങളുമായവർ, അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യണേ റബ്ബേ, മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, മരിക്കുന്ന സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് നല്ല അവസ്ഥയിൽ നല്ല സമയത്ത് നല്ല മരണം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, ഉഖ്റവീങ്ങളാക്കണേ അല്ലാ. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത പാവപ്പെട്ട അടിമകളായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഈ പരിപാടി ഖബൂൽ ചെയ്യണേ അല്ലാ. ഇവിടെ വന്നവരെ ഏറ്റെടുക്കണേ അല്ലാ, അവരെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. ഇവിടുന്ന് പോകുന്നവരൊക്കെ സന്തോഷത്തിൽ സന്തോഷത്തോടെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമായി പ്രശ്നങ്ങൾക്കൊക്കെ തീർപ്പായി സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്ന ആ നല്ല അവസ്ഥ ഈ സദസ്സിൽ തന്ന് ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ربنا آتنا في الدنيا
حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل على وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله الفاتحة. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس
لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. آمين. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. آمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال البليدات. آمين. سلمنا بها من جميع الأسقام والآفات. آمين. تهرنا بها من جميع السيئات. آمين. تقضي لنا بها جميع العادات. آمين. ترفعنا بها عندك أعلى الدرجات. آمين. تبلغنا بها أصل الآيات من جميع الخيرات في الآيات أبعد المات. آمين. اللهم اغفر ما قرأنا من القرآن العظيم. آمين. إنا على ذرة نبينا وحبيبنا سفينا وآخر يدينا يوم القيامة محمد صلى الله عليه وسلم. إلى أرواح آبائه وإخوانه من الأنبياء والمرسلين. آمين. إلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والصالحين. آمين. إلى أرواح آبائنا وأمهاتنا وشيخنا وأجدادنا وأجدادنا وأساتذتنا وكل أقاربنا. آمين. إلى حضرة أرواح من ماتوا من مؤسسي هذا الموعد. آمين. إلى حضرة أرواح من نباهم أصحاب الطعام. آمين. إلى حضرة أرواح من نباهم من أوصانا بالدعاء. آمين. إلى حضرة أرواح من نباهم أصحاب الصدقات. آمين. إلى حضرة أرواح من نباهم أعوان هذا الموعد. آمين. إلى حضرة أرواح من نباهم سولوا بحمد هذا الموعد. آمين. إلى حضرة أرواح من نباهم إظهار المجلس. آمين. اللهم اغفر لهم وارحمهم. اللهم انس بأساتهم. آمين. وآمن رواتهم. آمين. ونفس غرباتهم. آمين. ونفر محلاتهم. آمين. وارفع درجاتهم. آمين. وكن لنا ولهم وبنا بمغفرة. آمين. اللهم تقبل حسناتهم. آمين. وتجاوز سيئاتهم. آمين. اللهم آمن كل البشر. آمين. اللهم لا تعذبهم. آمين. إنك غني عن عذابهم يا رب العالمين. آمين. اللهم اغفر لهم وارحمهم. آمين. اللهم انس بأساتهم. آمين. وآمن رواتهم. آمين. استغفراتهم. آمين. ونفر محلاتهم. آمين. وارفع درجاتهم. آمين. اللهم اغفر لهم وارحمهم. آمين. اللهم انس بأساتهم. آمين. وآمن رواتهم. آمين. استغفراتهم. آمين. ونفر محلاتهم. آمين. وارفع درجاتهم. آمين. اللهم اجعل قبورنا وقبورهم روضات من رياض الجنة. آمين. لا تجعل قبورنا قبورهم إفراط مثل أنعمت عليهم من نبينا وصديقنا والشهداء والصالحين. آمين. اللهم بارك لأصحاب الكرام في جميع ما أعطيتهم وبارك لهم في جميع ما أعطيتهم. آمين. وبارك لمن أوصانا بالدعاء في جميع ما أعطيتهم. آمين. وبارك لهم في جميع ما تعلق بهم. آمين. وبارك أعوان هذا الموعد في جميع ما أعطيتهم. بارك لهم في جميع ما أعطيتهم. بارك لمن صلوا بأمر هذا الموعد في جميع ما تعلق بهم. بارك لهم في جميع ما تعلق بهم. اللهم إنك تعلم عباد أصحاب الطعام فاقضي قاضي الأجار. اعلم ما في ضمائرهم فحسنها ويسرها يا رب العالمين. اللهم إنك تعلم ما في ضمائرهم فحسنها ويسرها يا رب العالمين. اللهم إنك تعلم عباد من أوصانا بالدعاء فقل يا قاضي الأجار. اعلم ما في ضمائرهم فحسنها ويسرها يا رب العالمين. اللهم اغفر لنا وعنهم شر الدارين. وآتنا وآتهم خير الدارين. اللهم إنك تعلم عباد أصحاب الصدقات فقل يا قاضي النجاة. اعلم ما في ضمائرهم فحسنها ويسرها يا رب العالمين. اللهم اغفر لنا وعنهم شر الدارين وآتنا وآتهم خير الدارين. اللهم إنك تعلم عباد عباني هذا الموعد فقل يا قاضي الأنجاد. اعلم ما في ضمائرهم فحسنها ويسرها يا رب العالمين. اللهم اغفر لنا وعنهم شر الدارين. وآتنا وآتهم خير الدارين. اللهم إنك تعلم عباد من صلوا بأمر هذا الموعد
فاقض يا قاضي الحاجات آمين ما في ضمائر فيسرها ويسرها يا رب العالمين. اللهم انك تعلم علاج الله المجلس فقل يا قاضي الحاجات آمين ما في ضمائر فيسرها ويسرها يا رب العالمين. آمين اللهم اغفر عنا وعنهم شر دارين وآتنا وآتهم خير الدار. آمين اللهم انك تعلم امراض اصحاب الكرام امراض اقاربهم فاشفيها شافي الامراض. آمين اللهم اشف امراضهم شفاء دائمة تامة لا سقم بعد ابدا. آمين اللهم اصلح بنا وايام الصحة والعافية في الدارين. آمين اللهم انك تعلم امراض من اوصانا بالدعاء امراض اقاربهم فاشفيها شافي الامراض. آمين اللهم اشف امراضهم شفاء دائمة تامة لا سقم بعد ابدا. آمين اللهم انك تعلم امراض اصحاب الصدقات فاشفيها شافي الامراض. آمين اللهم اشف امراضهم امراض اقاربهم شفاء دائمة تامة لا سقم بعد ابدا. آمين اللهم انك تعلم امراض طلاب المجلس امراض اقاربهم فاشفيها شافي الامراض. آمين اللهم اشف امراضهم شفاء دائمة تامة لا سقم بعد ابدا. آمين اللهم اصلح بنا ايام الصحة والعافية في الدارين.